ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് OHP ഗ്ലാസ് ഷീറ്റിൻ്റെ ഒരു ഗിഫ്റ്റ് ഐറ്റമാണ്. ഇതുപോലെ നമ്മൾ OHP ഗ്ലാസ് ഷീറ്റ് കുറച്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത്, പക്ഷേ ഇത്രയും വീതിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു പെറ്റൽ ഉണ്ടല്ലേ ആ കിടക്കുന്ന കണക്കൊരു നമ്മളൊരു പൂമ്പൊടി അല്ലെങ്കിൽ ഒരു ബഡ് അല്ലെങ്കിൽ ഒരു ഷേപ്പ്, അതായത് ഒരു ഗോവിപ്പൊട്ടിൻ്റെ ആ ഒരു ഷേപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഇതളിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ്. അത് നമ്മൾ ഒരു സൈഡ് മടക്കിയിട്ട് മറു സൈഡ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്ത്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ റൗണ്ട് ഷേപ്പ് എടുക്കുകയാണ്. സെയിം അതേപോലെ കുറച്ച് അതായത് ഒരു 6-7 ഇതളും അതേപോലെ ഒരു റൗണ്ടിൽ ഇതുപോലെ റൗണ്ടിൽ അത് ഒട്ടിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യമേ ആ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേ നമ്മൾ അതിൻ്റെ OHP ഗ്ലാസ് ഷീറ്റ് ഒട്ടിക്കൂ. അതിന് ശേഷം അതിൻ്റെ അകത്ത് എന്തെല്ലാം ഡെക്കറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇതിപ്പം ഞാൻ കണ്ടില്ലേ തെർമോക്കോളിൻ്റെ ബൗൾസും അതുപോലെ തന്നെ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞതിന് ശേഷം മാത്രമേ രണ്ടാമത് ആ ഒരു സൈഡും കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കത്തുള്ളൂ. അത് അളന്ന് കട്ട് ചെയ്ത് വെച്ച് താണ്ടില്ലേ അത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഈ ഒരു പെറ്റൽസ് നമ്മൾ ഒരു 6-7 പെറ്റൽസുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് കളർ ചെയ്തെടുക്കുകയാണ്. ആ ലോട്ടസ് ഇതിന് മുന്നേ ചെയ്തൊരു ലോട്ടസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റൊരു മോഡലാക്കി എടുക്കാമെന്ന്. അങ്ങനെ ഞാനിത് കളർ ചെയ്തെടുക്കുകയാണ്. നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റ് കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ ഇതിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഐറ്റംസുകൾ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇതിപ്പോൾ ചെയ്തപ്പോഴാണ് എനിക്ക് തന്നെ അത് മനസ്സിലായത്. നമ്മളിപ്പോൾ ഒരെണ്ണം ചെയ്താൽ നമുക്ക് വീണ്ടും വേറൊരെണ്ണത്തിലോട്ട് ചെയ്യാനുള്ളൊരു സ്വയം നമുക്ക് തന്നെ ഒരു മോട്ടിവേറ്റ് ആയി വരും. അതൊന്ന് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഒന്ന് ചെയ്യാം എന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. മറ്റുള്ള എല്ലാ ഐറ്റംസുകളും അങ്ങനെയാണ്. അപ്പോൾ ഇത് കളർ ചെയ്തപ്പോഴും മനോഹരമായിട്ട് തോന്നി. അത് വ്യത്യസ്തമായ വേറൊരു ഗ്ലാസ് മോഡലായിട്ടാണ്, ഒറിജിനൽ ഗ്ലാസ് അല്ല എങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ ഒരു ഫീലിംഗ് വരത്തക്ക വിധത്തിൽ ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വെറും ഒരു ഗ്ലാസ് ഷീറ്റാണ് നമ്മൾ അത് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കി എടുക്കുന്നത്. ഒരു സൈഡ് ഒട്ടിച്ച് കഴിയുമ്പം തന്നെ ഇതിന് നല്ല അതായത് ആ ഒരു വെറും ഷീറ്റിൽ നിന്നും കുറച്ചും കൂടി ഒരു കട്ടിയായിട്ടൊരു ഐറ്റമായിട്ട് നമ്മുടെ കയ്യിലത് എടുക്കത്തക്ക വിധത്തിലാവുന്നത് വെറും OHP ഗ്ലാസ് ഷീറ്റാണ്. നമ്മളിനി അതിൽ മനോഹരമായിട്ട് നമുക്ക് ഏത് ഷെയ്ഡ് വേണം, ഇതിപ്പം ബ്ലൂ ആൻഡ് പിങ്ക് കളറും കൂടി മിക്സ് ചെയ്ത് വെറുതെ ഔട്ട്ലൈൻ ഇടുന്നതാണ്. വെറുതെ ഔട്ട്ലൈൻ ഇട്ട് ഡോട്ട്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള കണക്ക് കളർ ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ അകത്ത് ആ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഒരു ബോക്സ് പോലെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, മനോഹരമായിട്ട് നമുക്കൊരു ബ്ലൂ കളറും പിങ്ക് കളറിൻ്റെ ഷെയ്ഡിട്ട് അതിനെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചെയ്യാം. ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിതിൽ ചെയ്യാം. അതായത് ബേർഡ്സ് വേണോ, ഇത് മടക്കുന്നതിലാണ്. അതായത് ഈ ഒരു OHP ഗ്ലാസ് ഷീറ്റ് ആ പ്രതലത്തിൽ ഒട്ടിക്കുമ്പോഴത്തേക്ക് അതൊരു മോഡലായി കഴിഞ്ഞു. ആ ഒട്ടിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് അത് 2-3 മടക്കാക്കി വെച്ചിട്ട് അത് ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ ഏത് മോഡലാണോ നമുക്കതിൽ തോന്നുന്നത് ആ ഒരു മോഡൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ല, ഒരു 6-7 ഇതളുകൾ ഒരുമിച്ച് വെച്ച് ആ ഒരു റൗണ്ട് ബൗളിൽ അത് ഓരോന്നായിട്ട് B7000 എന്ന ഗം വെച്ചാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. നല്ല ടൈറ്റ് ഗമ്മാണ്. സൂപ്പറായിട്ട് നമുക്ക് മറ്റൊരു മോഡലാക്കാൻ പറ്റും.